ഹലോ കൂട്ടുകാരെ, എല്ലാവർക്കും ബിഗ് ബോസിന്റെ ഒരു പുതിയ റിവ്യൂയിലേക്ക് സ്വാഗതം. അപ്പോൾ കൊടുത്ത കൊല്ലത്തും കിട്ടും എന്നുള്ളൊരു പഴഞ്ചൊല്ല് നമ്മൾ കേട്ടിട്ടില്ലേ? അത് തന്നെ ഇന്ന് സംഭവിച്ചു. നമുക്കറിയാം, ഇന്നലെ ജിൻഡോയും നന്ദനയും തമ്മിലുള്ള ഒരു ഇഷ്യൂ, അതിന്റെ ഒന്ന് രണ്ട് വീഡിയോ ഞാൻ എന്റെ ചാനലിൽ തന്നെ ഇട്ടിട്ടുണ്ടായി. അതായത് വേറെ ഒന്നുമല്ല, നന്ദന നമ്മുടെ ജിൻഡോയ്ക്ക് വിശക്കുന്നു, ഫുഡ് കഴിക്കട്ടെ എന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു ഇപ്പൊ കഴിക്കേണ്ട, ഗസ്റ്റ് ഉണ്ട്, ഇപ്പൊ കഴിക്കേണ്ടെന്ന് ജിൻഡോ അടുത്ത് പറയുകയും അതിനുശേഷം ബാക്കിയുള്ളവർക്ക് ഫുഡ് എടുത്ത് കൊടുക്കുകയും ജിൻഡോയെ കഴിക്കാൻ സമ്മതിച്ചില്ല. ആ ഒരു ഇഷ്യൂ, അതിന്റെ വീഡിയോ ഞാൻ ഓൾറെഡി ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പൊ ആ ഒരു ഇഷ്യൂ നമുക്ക് പ്രേക്ഷകർക്ക് എല്ലാവർക്കും ഒരുപാട് സങ്കടം തോന്നിയ ഒരു കാര്യമാണ്. പ്രത്യേകിച്ച് ജിൻഡോയെ ഇഷ്ടപ്പെടുന്ന എല്ലാവർക്കും ഭയങ്കരമായിട്ട് സങ്കടം തോന്നിയ ഒരു കാര്യമായിരുന്നു. അപ്പൊ അത് ഭയങ്കരമായിട്ട് സോഷ്യൽ മീഡിയയിൽ ചർച്ചാ വിഷയമായിരുന്നു. അപ്പോ നന്ദന അങ്ങനെ കാണിച്ചുകൊണ്ട് ജിൻഡോയ്ക്ക് പിന്നെയും ഫാൻസും ജിൻഡോയോടുള്ള ഇഷ്ടം ആൾക്കാർക്ക് കൂടിയിട്ടേ ഉള്ളൂ. അതിൽ ഒരു മാറ്റവും വന്നിട്ടില്ല. പക്ഷെ നന്ദനയോടുള്ള കുറച്ചെങ്കിലും ആൾക്കാർക്ക് നന്ദനയോട് ഇഷ്ടം ഉണ്ടായിരുന്നു, അതും ഇല്ലാണ്ടാക്കി. ആ കുട്ടിയായിട്ട് തന്നെ ആ കുട്ടിയുടെ ആ ഒരു സപ്പോർട്ടും കാര്യങ്ങളെല്ലാം ഇല്ലാണ്ടാക്കി. അപ്പൊ അതിന്റെ ഒരു ഭാഗമായിട്ട് ഇന്ന് രാവിലെ നന്ദനയ്ക്ക് നല്ല രീതിയിലുള്ള ഒരു കിടിലൻ ടാസ്ക് ബിഗ് ബോസ് തന്നെ ഒരു കൊടുത്തിരുന്നു. 8ന്റെ പണി തന്നെയായിരുന്നു. പക്ഷേ അത് മാത്രമല്ല, ഇന്ന് മൊത്തത്തിൽ പണി മേടിച്ചു കൂട്ടിയത് നമ്മുടെ നന്ദന തന്നെയാണ്. അതായത് ഇന്ന് ബിഗ് ബോസിൽ ഒരു കിടിലൻ ടാസ്ക് ഉണ്ടായിരുന്നു. അതായത് ഇപ്പൊ മൊത്തം 13 കണ്ടസ്റ്റന്റ്സ് ആണ് ബിഗ് ബോസ് ഹൗസിലുള്ളത്. അപ്പോൾ റാങ്കിങ് ടാസ്ക്, അതായത് 1ാം സ്ഥാനത്ത് ആരാണ്, 2ാം സ്ഥാനത്ത് ആരാണ്, അങ്ങനെയുള്ള തീരുമാനിച്ചിട്ട് ഈ 13 സ്ഥാനങ്ങളിലായിട്ട് ആൾക്കാർ തീരുമാനിച്ച് നിൽക്കണം. അപ്പൊ 13 സ്റ്റാൻഡുകൾ വെച്ചിട്ടുണ്ട്. 1 മുതൽ 13 വരെയുള്ള സ്റ്റാൻഡുകൾ വെച്ചിട്ടുണ്ട്. ലൈവ് കണ്ടവർക്കാണെങ്കിൽ അത് വളരെ വ്യക്തമായിട്ട് മനസ്സിലാവും. അപ്പൊ അങ്ങനെ 1ാം സ്ഥാനത്തേക്ക് വേണ്ടിയിട്ട് നേരിട്ട് നമ്മുടെ നന്ദന അങ്ങോട്ട് കയറി നിന്നു. നന്ദന, അതുപോലെ തന്നെ നമ്മുടെ ജിൻഡോ, അഭിഷേക്, അപ്സര, ഈ 4 പേരാണ് 1ാമത്തെ സ്ഥാനത്തിന് വേണ്ടിയിട്ട് നിന്നത്. ബാക്കിയുള്ളവരൊക്കെ ബാക്കി സ്ഥാനങ്ങളിലേക്ക് നിന്നു. അപ്പൊ എന്തിനാണ് നന്ദന ആ ഒരു 1ാം സ്ഥാനത്തിലേക്ക് തന്നെ കയറി നിന്നത്? അതിനുള്ള എന്ത് യോഗ്യതയാണ് ഉള്ളത്? നന്ദന എന്താണ് ആ ഒരു ബിഗ് ബോസ് ഹൗസിൽ ഇത്രയും ദിവസം വൈൽഡ് കാർഡ് ആയിട്ട് വന്നതാണ്. ഇത്രയും ദിവസമായിട്ട് പുള്ളിക്കാരി വന്നിട്ട് എന്താണ് അവിടെ ചെയ്തിട്ടുള്ളത്? എന്തെങ്കിലും ഒരു നല്ല കാര്യം അല്ലെങ്കിൽ നല്ലൊരു കണ്ടസ്റ്റന്റ് ആയിട്ട് നിന്ന് ഒറ്റയ്ക്ക് നിന്ന് ഗെയിം കളിച്ച് പൊരുതി നിന്നതായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. പിന്നെ എന്തിന്റെ പേരിലാണ് 1ാം സ്ഥാനത്തേക്ക് നേരിട്ട് കയറി നിന്നത്? ബാക്കി 2ലോ അല്ല 3ലോ 4ലോ ഒക്കെ നിൽക്കുമായിരുന്നെങ്കിൽ പിന്നെ അത് ഏതെങ്കിലും ഒരു സ്ഥാനം കിട്ടിയേനെ. പക്ഷെ ഇത് നേരിട്ട് 1ാം സ്ഥാനത്തേക്ക് കയറി നിന്നതാണ്. അപ്പൊ പുള്ളിക്കാരി വിചാരിച്ചത് പുള്ളിക്കാരിയെ സപ്പോർട്ട് ചെയ്യാനായിട്ട് സായി കൃഷ്ണയും അഭിഷേകും സിജോയും ഇവരാണല്ലോ, ഇവരൊരു ഗ്യാങ് ആണ്. അതായത് നന്ദനയെ സപ്പോർട്ട് ചെയ്ത് ഭയങ്കരമായിട്ട് ഇങ്ങനെ കൂടെ കൊണ്ടു നടക്കുന്നത് ഇവരായിരുന്നു. ഇവര് സപ്പോർട്ട് ചെയ്യുമെന്നാണ് നമ്മുടെ നന്ദന വിചാരിച്ചിരുന്നത്. അങ്ങനെ 1ാം സ്ഥാനത്ത് കയറി നന്ദന നിന്നു. അപ്പോ നമുക്കറിയാം, പ്രേക്ഷകരുടെ മനസ്സിൽ എന്നും ജിൻഡോയാണ് വിന്നർ. ബിഗ് ബോസ്, അതായത് ബിഗ് ബോസ് സീസൺ 6ന്റെ വിന്നർ ജിൻഡോയാണ്. അതിൽ ഒരു മാറ്റവും ഇല്ല. പിന്നെ അകത്ത് കിടന്നവർ എന്താന്ന് വെച്ചാൽ കാണിക്കട്ടെ. അപ്പൊ അങ്ങനെ 1ാം സ്ഥാനത്തേക്ക് വേണ്ടിയിട്ട് നന്ദന, അഭിഷേക്, അപ്സര, ജിൻഡോ നിന്നു. അപ്പൊ ഇങ്ങനെ ഓരോരോ മറ്റുള്ളവർക്ക് അതിന് എന്ത് യോഗ്യതയാണ് 1ാം സ്ഥാനത്ത് നിൽക്കാനുള്ളതെന്നൊക്കെ ചോദിച്ചിട്ട് മറ്റുള്ളവരെല്ലാവരും ഇവരോട് ചോദ്യങ്ങളൊക്കെ ചോദിക്കും. അങ്ങനെ നമ്മുടെ ജിൻഡോ 1ാം സ്ഥാനത്ത് നിന്ന് 2ാം സ്ഥാനത്തേക്ക് പുള്ളി മാറി. പിന്നെയും അഭിഷേക്, അപ്സര, നന്ദന, സിജോ, ഈ 4 പേരുണ്ടായിരുന്നു. അതില് ചോദിച്ചും പറഞ്ഞു ഒക്കെ വന്നപ്പോഴത്തേക്കും അവിടെ കൂടുതൽ ആൾക്കാർ സപ്പോർട്ട് ചെയ്തത് അഭിഷേകാണ് 1ാം സ്ഥാനത്ത് എത്തിയത്. നമ്മുടെ നന്ദന, സത്യം പറഞ്ഞാൽ നന്ദനയുടെ കൂടെ നിന്ന സീക്രട്ട് ഏജന്റോ, അതായത് സായി കൃഷ്ണയോ സിജോയോ അഭിഷേകോ ആരും തന്നെ നന്ദനെ ഒന്ന് സപ്പോർട്ട് പോലും ചെയ്തില്ല. അങ്ങനെ നമ്മുടെ 1ാം സ്ഥാനത്തിന് വേണ്ടി നിന്ന നന്ദന അവസാനം ഏറ്റവും ലാസ്റ്റത്തെ 13ാമത്തെ സ്ഥാനത്തേക്ക് നന്ദന മാറി. അപ്പം നന്ദനയ്ക്ക് എന്താ പറയാ, നന്ദന വിചാരിച്ചിരുന്നത് ഈ കൂടെ നടന്നവര് നന്ദനെ എപ്പോഴും എല്ലാ കാര്യത്തിലും സപ്പോർട്ട് ചെയ്യും. ഇപ്പൊ നന്ദന ഈ 1ാം സ്ഥാനത്തിലേക്ക് നിൽക്കുമ്പോഴത്തേക്കിനും അവര് നന്ദനയുടെ കൂടെ തന്നെ നിൽക്കുമായിരിക്കും എന്നാണ് വിചാരിച്ചത്. പക്ഷെ അവര് നിന്നില്ല. ഗെയിം വരുമ്പോ എല്ലാവർക്കും അവരവരുടെ നിലനിൽപ്പ് മാത്രമാണ് വലുത്. അല്ലാതെ കൂടെ നിൽക്കുന്നവനെ ഉയർത്തണമെന്നുള്ള ഒരു വിചാരമൊന്നുമില്ല. ഈ സായി കൃഷ്ണയാണെങ്കിലും അഭിഷേകാണെങ്കിലും സിജോയാണെങ്കിലും നന്ദനയോട് അങ്ങോട്ട് ചോദിച്ചു, നിനക്ക് അതായത് ഈ 1ാം സ്ഥാനത്തെ പൊസിഷനിൽ നിൽക്കാൻ നിനക്ക് എന്ത് യോഗ്യതയാണുള്ളതെന്ന് ചോദിച്ചപ്പോൾ നന്ദനയുടെ എല്ലാ സംഭവവും അഹങ്കാരവും അവിടെ തീർന്നു. പുള്ളിക്കാരി വലിയ കാര്യത്തിൽ അവിടെ നിന്ന് പറഞ്ഞു, ഞാനൊരു പാവപ്പെട്ട കുടുംബത്തിൽ നിന്നാണ് വരുന്നത്, എനിക്ക് സ്വന്തമായിട്ടൊരു വീടില്ല, എനിക്കൊരു വീട് വേണം, അതുകൊണ്ട് തന്നെ എനിക്ക് 1ാം സ്ഥാനം വേണം. 1ാം സ്ഥാനം കിട്ടിയാൽ എനിക്ക് 50 ലക്ഷം രൂപ കിട്ടുള്ളൂ, എനിക്ക് വീട് വെക്കാനും അതിനൊക്കെ പറ്റുള്ളൂ എന്നൊക്കെ പറഞ്ഞു. അപ്പോ ഇപ്പൊ അങ്ങനെ 1ാം സ്ഥാനത്തിന് വേണ്ടിയിട്ട് പുള്ളി അത്ര ഇതായിട്ട് പറയണമെങ്കിൽ പുള്ളി അവിടെ എന്തെങ്കിലുമൊക്കെ ചെയ്തിട്ടുണ്ടാവണം. അല്ലെങ്കിൽ ഒറ്റയ്ക്ക് നിന്ന് ഗെയിം കളിക്കണം. ഇത് അങ്ങനെ ഒന്നും ചെയ്യാതെ മറ്റുള്ളവരുടെ തണലിൽ നിന്നുകൊണ്ട് എന്തൊക്കെയോ കാണിച്ചു കൂട്ടി ഇത്രയും ദിവസം അവിടെ നിന്നു എന്നല്ലാതെ നല്ല രീതിയിൽ ഒറ്റയ്ക്ക് നിന്ന് നന്ദന ഗെയിം കളിച്ചിട്ടില്ല. പിന്നെ നമുക്ക് സമ്മതിച്ചു കൊടുക്കാം, ഒരു പാവപ്പെട്ട വീട്ടിൽ നിന്നാണ് വരുന്നത്, അങ്ങനെയുള്ളതൊക്കെ നമ്മളത് അംഗീകരിച്ചു കൊടുക്കാം. പക്ഷെ അങ്ങനെയാ വരുന്നതെങ്കിൽ അതിൻ്റെതായ രീതിക്ക് എല്ലാവരോടും മര്യാദയായിട്ട് പെരുമാറണം. ഗെയിമിന്റെ കാര്യത്തിൽ ഓക്കെ, എല്ലാവരോടും ആ ഒരു ഗെയിം സ്പിരിറ്റ് കാണിക്കാം. പക്ഷെ അല്ലാത്ത കാര്യത്തിൽ, അതായത് ഇന്നലത്തെ ആ ഒരു ഉദാഹരണം തന്നെ നമുക്ക് എടുക്കാം. ജിൻഡോ ഫുഡ് കഴിച്ചോട്ടെ എന്ന് ചോദിച്ചപ്പോൾ ഇപ്പൊ കഴിക്കണ്ട, ഗസ്റ്റ് വന്നിട്ടുണ്ട്, ഇപ്പൊ കഴിക്കണ്ട എന്ന് പറഞ്ഞിട്ട് മറ്റുള്ളവർക്കെല്ലാം ഈ നന്ദന, അതായത് സിജോ,
അതുപോലെ നമ്മുടെ സായി കൃഷ്ണ, അഭിഷേക് ഇവർക്കൊക്കെ അവള് ഫുഡ് എടുത്തു കൊടുത്തു. ജിൻഡോയ്ക്ക് മാത്രം കൊടുത്തില്ല. അപ്പൊ ആ ഒരു സംഭവത്തിന്റെ ശിക്ഷ ദൈവം പടിപടിയായിട്ട് ഇന്ന് കൊടുത്തു എന്ന് വേണം പറയാൻ. രാവിലെ നല്ല മുട്ടൻ ടാസ്ക് ബിഗ് ബോസ് കൊടുത്തു. രണ്ടാമത്തെ ഈ ഒരു ടാസ്കിൽ എല്ലാരും കൂടെ പഞ്ഞിക്കിട്ട് വാരി എന്താ പറയാ നന്ദനയെ നാറ്റിച്ച് ഒന്നാം സ്ഥാനത്ത് നിന്ന നന്ദന, ഒന്നാം സ്ഥാനത്തിന് വേണ്ടി മത്സരിച്ച നന്ദന ഏറ്റവും ലാസ്റ്റ് 13ാമത്തെ സ്ഥാനത്തേക്ക് മാറി. അങ്ങനെ നമ്മുടെ നന്ദന സായി കൃഷ്ണയും സിജോയും അഭിഷേകുമായിട്ടുള്ള കൂട്ടുകെട്ടെല്ലാം വേണ്ടെന്ന് വെച്ചു. അവരുമായിട്ടുള്ള ബന്ധങ്ങളെല്ലാം വിട്ടു. അപ്പൊ അവര് വന്നിട്ട് നന്ദനെ വിളിക്കുന്നു, വാ നമുക്ക് ഫുഡ് കഴിക്കാം, വാ നീ എഴുന്നേറ്റ് വാ, അങ്ങനെ എങ്ങനെയാന്നൊക്കെ പറയുമ്പോൾ നന്ദന പറയുന്നില്ല, എനിക്ക് നിങ്ങൾ ആരുമായിട്ട് ഒരു കൂട്ടുമില്ല, ഞാൻ നിങ്ങളുടെ കൂടെ അല്ലല്ലോ വന്നത്, ഞാൻ ഒറ്റയ്ക്ക് ഇവിടെ ഗെയിം കളിക്കാനാണ് വന്നത്, അപ്പൊ ഞാൻ ഒറ്റയ്ക്ക് തന്നെ നിൽക്കും, എനിക്ക് ആരുടെയും കൂട്ടും കാര്യങ്ങളും ഒന്നും വേണ്ട എന്നൊക്കെ പറഞ്ഞിട്ട് നന്ദന ഭയങ്കര ഇമോഷണൽ ആവുന്നു. അതായത് ഇവര് നേരത്തെ പ്ലാൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. നമുക്കറിയാം പണപ്പെട്ടി ടാസ്ക് എന്ന് പറയുന്ന ഒരു ടാസ്ക് വരും. അപ്പൊ ആ ഒരു ടാസ്കില് കഴിഞ്ഞ വർഷം അഖിൽമാരാറ് നാദരക്ക് ചെയ്ത പോലെ, അതായത് എത്ര പൈസയാണ് കൂടുതൽ വരുന്നത് ആ ഒരു പെട്ടി എടുത്തുകൊണ്ട് പുറത്തേക്ക് പോകാനായിരുന്നു നന്ദനയുടെ പ്ലാൻ. അതായത് ആ പ്ലാനൊക്കെ പറഞ്ഞു കൊടുത്തത് നമ്മുടെ സായിയും സിജോയും അഭിഷേകൊക്കെയാണ് പറഞ്ഞു കൊടുത്തത്. അപ്പൊ അങ്ങനെ ഒരു പ്ലാൻ ഇവർക്ക് ഉണ്ടായിരുന്നു. അപ്പോ ഇന്നിപ്പോ ഈ ഒരു റാങ്കിങ് ടാസ്ക് വന്നപ്പോഴത്തേക്കിനും 1ാം സ്ഥാനത്തേക്ക് കയറി നന്ദന നിന്നു. അപ്പൊ ബാക്കിയുള്ളവർ ചോദിച്ചു, നിനക്ക് ഈ 1ാം സ്ഥാനത്ത് നിൽക്കാനുള്ള എന്ത് യോഗ്യതയാണുള്ളത്? നീ പണപ്പെട്ടി ടാസ്ക് വരുമ്പോൾ പൈസ എടുത്ത് പുറത്തു പോകാൻ നിൽക്കുന്നവളല്ലേ, പിന്നെ നീ എന്തിനാ 1ാം സ്ഥാനത്തേക്ക് വേണ്ടിയിട്ട് മത്സരിക്കുന്നതെന്നൊക്കെ ചോദിച്ചപ്പോൾ പുള്ളിക്കാരിക്ക് അത് ഭയങ്കര ഒരു സങ്കടമായിപ്പോയി. അപ്പോ കൂടെ നിന്നവർ തന്നെ കാല് വാരി, അതായത് കൂടെ നിന്ന് ഭയങ്കരമായിട്ട് സ്നേഹിച്ച് കൊണ്ടുനടന്നതാണ് സായി, അഭിഷേക്, സിജോ, ഇവര് തന്നെ അവളുടെ കാല് വാരി. അപ്പൊ അവർക്ക് അതെല്ലാം മനസ്സിലായി. ഇപ്പൊ പുള്ളിക്കാരെ ഒറ്റയ്ക്കാണ് ഫുഡ് കഴിക്കാൻ പോകുന്നതും എല്ലാം ഒറ്റയ്ക്ക്. അപ്പൊ സായി കൃഷ്ണയും സിജോയൊക്കെ ചെന്നിട്ട് വിളിക്കുന്നു, വാ നമുക്ക് ഫുഡ് കഴിക്കാം, നീ എന്തിനാ ഇങ്ങനെ പിണങ്ങിയിരിക്കുന്നത്? അപ്പൊ നന്ദന പറയുന്നു, ആരും എന്നെ തൊടരുത്, ഇനി എല്ലാവരും ഒറ്റയ്ക്ക് മതി. അതായത് ഇവരെല്ലാം ഒരു റൂമിലായിരുന്നു. അങ്ങനെ റൂം മാറാനുള്ള തീരുമാനം നന്ദന എടുത്തു. നന്ദനയ്ക്ക് മനസ്സിലായി എത്രയൊക്കെ വന്നാലും. അപ്പൊ ജിൻഡോ എന്തൊക്കെയോ വിളിച്ചിട്ട് നന്ദനയുടെ എന്തൊക്കെയോ ഉപദേശങ്ങളും കാര്യങ്ങളൊക്കെ കൊടുക്കുന്നുണ്ടായിരുന്നു. അപ്പൊ ഇത് നമ്മുടെ സായിയും സിജോയൊക്കെ കണ്ടായിരുന്നു. അപ്പൊ സിജോ പറയുന്നു, ജിൻഡോ വിളിച്ചിട്ട് എന്തൊക്കെയോ ഉപദേശങ്ങളും കാര്യങ്ങളൊക്കെ കൊടുക്കുന്നുണ്ടായിരുന്നു, എന്താടി ഉപദേശം എന്ന് ചോദിച്ചപ്പം നന്ദന പറഞ്ഞു, എന്തായാലും ഉപദേശിച്ചവരാരും കൂടെ നിന്ന് കാല് വാരില്ല എന്ന് നന്ദന പറഞ്ഞു. അതായത് ജിൻഡോ ഉപദേശിച്ചാലും അങ്ങനെ കാല് വാരില്ല എന്ന്. ഇപ്പൊ അവർക്ക് സത്യം പറഞ്ഞാൽ മനസ്സിലായി. ആ കൂടെ കൂടിയിരുന്ന, അതായത് ഈ സായി, സിജോ, അഭിഷേക് ഇവരെക്കാട്ടിയൊക്കെ എന്തുകൊണ്ടും ഭേദം ജിൻഡോ തന്നെയാണെന്ന് അവൾക്ക് മനസ്സിലായി. കാരണം ഇവരെല്ലാം കൂടെ നിന്നിട്ട് പോലും അവളെ ഒന്ന് സപ്പോർട്ട് ചെയ്യാനോ ഒന്നും തന്നെ ഇവരാരും തയ്യാറായില്ല. അത്രേ ഉള്ളൂ. എല്ലാവരുടെയും ഗെയിം അങ്ങനെയാണ്. എല്ലാവരും അവരവരുടെ നിലനിൽപ്പിനും അവരവരുടെ വിജയത്തിന് വേണ്ടിയിട്ടാണ് ബിഗ് ബോസ് ഹൗസിൽ നിൽക്കുന്നത്. അല്ലാതെ ഈ കുട്ടി വിചാരിച്ചത് ഇവളെ എല്ലാവരും കൂടി ജയിപ്പിച്ചു വിടും എന്നാണ് വിചാരിച്ചത്. പക്ഷെ ആ കുട്ടി തെറ്റിപ്പോയി. അപ്പൊ എന്തായാലും ഇന്നലെ അവർക്ക് ഫുഡ് എടുത്തു കൊടുത്ത നന്ദന ഇന്ന് അവരുമായിട്ട് പിണങ്ങി അവരെല്ലാരും വേറെ ഇന്ന് ഫുഡ് കഴിക്കുന്നു. നന്ദന പുറത്ത് ഗാർഡൻ ഏരിയയിൽ വന്ന് ഫുഡ് കഴിക്കുന്ന അങ്ങനത്തെ ഒരു അവസ്ഥയിലായി. അപ്പൊ എന്തായാലും എനിക്ക് സന്തോഷമായി. കാരണം വേറൊന്നുമല്ല, ഒരുപാട് അഹങ്കരിക്കരുത്. ഒരുപാട് അഹങ്കരിക്കുമ്പോൾ ദൈവം അതിനുള്ള ശിക്ഷ കൊടുക്കും. അതിനുള്ള ശിക്ഷ നമ്മുടെ നന്ദനയ്ക്ക് കിട്ടി. ഇനി ഇതിൽ കൂടുതലൊന്നും നമ്മൾ ആരും നന്ദനെ ഒന്നും പറയേണ്ട കാര്യമില്ല. കാരണം പുള്ളിക്കാരി ചെയ്ത തെറ്റുകൾക്കുള്ള ശിക്ഷ പുള്ളിക്കാരിക്ക് അവിടെ കിട്ടിക്കഴിഞ്ഞു. കൂടെ നിന്നവർ തന്നെ പുള്ളിക്കാരിയുടെ കാലും വാരി അവരുമായിട്ടുള്ള എല്ലാ കൂട്ടും എല്ലാം ഉപേക്ഷിച്ച് പുള്ളിക്കാരി ഇനി ഒറ്റയ്ക്ക് നിന്നാണ് ഗെയിം കളിക്കാൻ പോകുന്നതെന്നാ പറയുന്നത്. ഇനിയെങ്കിലും ആ കുട്ടി ഒറ്റയ്ക്ക് നിന്ന് നല്ല രീതിയിൽ ഗെയിം കളിക്കുവാണെങ്കിൽ ചിലപ്പോ ഫൈനൽ വരെയെങ്കിലും എത്താം. 1ാം സ്ഥാനം കിട്ടുന്നൊന്നും നമുക്ക് പ്രതീക്ഷിക്കാൻ കഴിയില്ല. അതൊക്കെ നമ്മുടെ ഓൾറെഡി നമ്മൾ ഫിക്സ് ചെയ്ത് വെച്ചിരിക്കുന്നത്. നമ്മുടെ ജിൻഡോയ്ക്കേ ഉള്ളൂ. ജിൻഡോ കഴിഞ്ഞിട്ടേ ഉള്ളൂ ഇനി ബാക്കി അവിടെ ആരും. കാരണം നമുക്കറിയാം അവിടെ 1ാം സ്ഥാനത്ത് എത്ര ആൾക്കാർ കയറി നിന്നു എന്ന് പറഞ്ഞാലും ജനമനസ്സുകൾ, അതായത് ജനങ്ങള് വോട്ട് ചെയ്ത് ജയിപ്പിക്കാൻ പോകുന്നത് നമ്മുടെ ജിൻഡപ്പനെയാണ്. അതിൽ യാതൊരു മാറ്റവും ഇല്ല. അപ്പൊ അങ്ങനെ ഇന്നത്തെ ഭയങ്കരമായിട്ടുള്ള ഒരു ടാസ്ക് തന്നെയായിരുന്നു അത്. അതിൽ നമ്മുടെ ജാസ്മിനും അതുപോലെ തന്നെ നോറയൊക്കെ കിടന്ന് ഭയങ്കര ഒച്ചയും ബഹളവും കാര്യങ്ങളൊക്കെ ഇട്ടു. അപ്പൊ ആ ഒച്ചയും ബഹളവും ഒക്കെ ഇട്ടവര് 7, 8, 10, 11 സ്ഥാനത്തേക്കൊക്കെ പോയി. എന്തായാലും കുഴപ്പമില്ല, നമ്മുടെ ജിൻഡോ 2ാം സ്ഥാനത്താണ് എത്തിയിരിക്കുന്നത്. അതൊക്കെ ഇപ്പോഴത്തെ ആ ഒരു ടാസ്കിന്റെ ആ ഒരു ബേസിൽ. അപ്പൊ 1ാം സ്ഥാനത്ത് ഈ ഒരു ടാസ്കിന്റെ ബേസിൽ 1ാം സ്ഥാനം എത്തിയത് അഭിഷേകാണ്. അപ്പൊ അഭിഷേക് ഈ ആഴ്ചത്തെ ക്യാപ്റ്റനായിട്ട് തെരഞ്ഞെടുത്തു. അപ്പൊ അങ്ങനെ ആ ഒരു ടാസ്കും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. അപ്പൊ എന്തായാലും നന്ദനയ്ക്ക് മനസ്സിലായി, നന്ദനയുടെ കൂടെ നിന്നവര് തന്നെ പുള്ളിക്കാരിയുടെ കാല് വാരി ഇനി ആരെയും വിശ്വസിക്കാൻ പാടില്ല, ഒറ്റയ്ക്ക് നിന്ന് ഗെയിം കളിക്കുന്നതാണ് ഏറ്റവും നല്ലതെന്ന് മനസ്സിലാക്കി. അപ്പൊ ദൈവം എന്തായാലും നല്ല രീതിയിലുള്ള ഒരു പണി തന്നെ നന്ദനയ്ക്ക് കൊടുത്തു. അപ്പൊ എന്തായാലും ഈ ഒരു വിഷയത്തിൽ നിങ്ങളുടെ അഭിപ്രായം എന്താണെന്നുള്ളതെന്ന് കമന്റ് ചെയ്യാൻ മറക്കരുത്. കൂടാതെ വീഡിയോ ഇഷ്ടമാകുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും എന്തെങ്കിലും അഭിപ്രായങ്ങളോ നിർദ്ദേശങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ കമന്റ് ചെയ്യാനും മറക്കരുത്. ഓക്കെ, അപ്പൊ അടുത്ത വീഡിയോ ആയിട്ട് എത്രയും പെട്ടെന്ന് തന്നെ വരുന്നതായിരിക്കും. എല്ലാവർക്കും ബൈ.